അരയോടര. നീ എന്താടാ സ്വപ്നം കാണുന്നേ? അല്ല, ഞാനിങ്ങനെ ഓരോന്ന് ആലോചിക്കായിരുന്നു. മത്തി മുറിക്കുമ്പോ ആലോചിച്ച കത്തി കൊള്ളുന്ന കയ്യിലായിരിക്കും. ഈ കമ്പനിക്കാർക്കൊക്കെ ഇത് എന്ത് പറ്റി? പത്രത്തിലൊക്കെ ഏതെങ്കിലും ഒരു ഭാഗ്യ മത്സരം വന്നിട്ട് നാളെ എത്രയായി? അങ്ങോട്ട് അയക്കുന്നതിനാണെങ്കിൽ മറുപടിയും വരുന്നില്ല. അവരത് നിർത്തി കാണൂടാ. അതെങ്ങനെ നാട്ടിലുള്ള കുപ്പത്തൊട്ട് മുഴുവൻ അരിച്ചു പെറുക്കി കംപ്ലീറ്റ് ചവറും അങ്ങോട്ട് അയച്ചു കൊടുക്കല്ലേ? എന്തായാലും കുറച്ച് ദിവസമായിട്ട് തലയ്ക്ക് നല്ല വിലയുണ്ട്. നമ്മുടെ അപ്പുക്കുട്ടന്റെ പുരയിലേക്ക് കേൾക്കുന്നത്. അതെ, ഇനി ആ തള്ള ചീ കുറച്ചു തുടങ്ങും. അല്ലെങ്കിൽ തന്നെ അവരെ അടഞ്ഞു നിൽക്കുക. ഇനി ഈ കാര്യം പറഞ്ഞായിരിക്കും നമ്മൾ ഇവിടെ ഇറക്കി വിടുന്നത്. നീ പേടിക്കാതടാ, അവരെ നിലയ്ക്ക് നിർത്താൻ ഇതേ ഉള്ളൊരു മാർഗം. നീ നോക്കിക്കോ, അപ്പുക്കുട്ടന്റെ ശല്യം കൊണ്ട് പൊറുതുമുട്ടി ഇവിടുന്ന് കെട്ടിപ്പെറുക്കി പോകുന്ന അവരായിരിക്കും. അയ്യോ, എന്റെ ഷർട്ട് നിന്നെ ഞാൻ ശരിയാക്കുമണി. അപ്പുക്കുട്ട, അവളെ പിടിച്ചോ. അയ്യോ, എന്റെ പാന്റ് പോയല്ലോ. എടാ തെണ്ടി, അപ്പുക്കുട്ട അവിടെ നിക്കടാ. സമാധാനമായല്ലോ. നേരത്തെ ഷർട്ട് മാത്രമേ പോകുള്ളായിരുന്നു, ഇപ്പൊ പാന്റും കൂടിയായി. ചക്കിക്കൊത്ത ചങ്കരൻ. അല്ലേ, കൊണ്ടുവന്നിട്ട് ഒരാഴ്ചയായില്ല. അതിനു മുമ്പ് അവളവനെ വളച്ചെടുത്തു. കണ്ടില്ലേ പെണ്ണിന്റെ പിറകെ പണത്തോടെ നടക്കണത്? പെണ്ണിന്റെ പുറകെ നടക്കാനും വേണോ ഒരു യോഗം? എടാ, അത് നീ എനിക്കിട്ടൊന്ന് വെച്ചതല്ലേ. ആയ കാലത്ത് പെണ്ണിന്റെ പിറകെ പോയിരുന്നെങ്കിൽ നിന്റെ പ്രായത്തിലൊരു ചെറുക്കൻ എനിക്കുണ്ടാകുമായിരുന്നു. വേണ്ടാന്ന് വെച്ചിട്ടല്ല. മൂത്ത പെങ്ങളെ കെട്ടിച്ചപ്പോ രണ്ടാമത്തവള് പുറത്തിറഞ്ഞു, രണ്ടാമത്തവളെ കെട്ടിച്ചപ്പോ അടുത്തവള് പുറത്തിറഞ്ഞു. അങ്ങനെ കെട്ടിച്ചെന്റെ മണിക്കെട്ട് കഴിഞ്ഞപ്പോ മൂത്തവരുടെ മോള് പുറത്തിറഞ്ഞു. അന്ന് പടിയിറങ്ങിയതാ വീട്ടിൽ നിന്ന്. ഒരു ടെലഗ്രാം ഉണ്ട്. കുമാരേട്ടനായിരിക്കും. കുമാരേട്ടാ അല്ല, മഹാദേവന്റെ പിറക്ക. എനിക്കോ? അതെ, ഇതാ ഇവിടെ പെട്ട. ഇവിടെ ഇതിലെന്താ ഒരു മീനാറ്റം? ഞാൻ മീൻ മുറുകിയായിരുന്നു. നാരികൾ. കുമാരേട്ടാ, അടിച്ചു. ഭഗവാനെ, അവനെ ആ പോസ്റ്റ്മാൻ അടിച്ചുതാ തോന്നണേ. എന്താടാ, എന്തു പറ്റി? കുമാരേട്ടാ, ആരാ മരിച്ചത്? അച്ഛനോ അമ്മയോ? സാരവരടാ, മരണത്തെ തടക്കാൻ നമുക്ക് ആർക്കും ആവില്ല. അതൊന്നും അല്ല കുമാരേട്ടാ. പിന്നെന്താടാ? നീലിമ വാഷിംഗ് പൗഡർ തരില്ലേ, അവര് നിനക്കെതിരെ കേസ് കൊടുത്തോ? അയ്യോ, അതൊന്നും അല്ല. പിന്നെ അവരുടെ ലക്കി കോണ്ടസ്റ്റിൽ ഫസ്റ്റ് പ്രൈസ് എനിക്കാ. ഇത്രയുള്ള നീ എന്നെ ഞെട്ടിപ്പിച്ചെഴുതല്ലോ. നിക്ക്, സമ്മാനം എന്താണെന്ന് കേട്ടാലേ കുമാരേട്ടൻ ഞെട്ടു. ആണോ? എങ്കിൽ പറ, ഞാൻ ഞെട്ടാം. ഒരു പുതുപുത്തൻ കാറ്. നീ എവിടെ ഇരുന്ന് സ്വപ്നം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. എന്താണ് അതിനൊക്കെ പട്ടായോ? വട്ട് തന്റെ ഒന്ന് വായിച്ചു നോക്ക്. എനിക്കൊന്നും മനസ്സിലായതില്ല. അതിന് പള്ളിക്കൂടത്തിൽ പോണം. അതല്ലടാ, 3-4 കാല് പാക്കറ്റ് അയച്ചു കൊടുത്ത ആരെങ്കിലും കാർ തരുവോ? ഞാനിത് വിശ്വസിക്കുന്ന പ്രശ്നമേ ഇല്ല. എങ്കിൽ താനിത് വിശ്വസിക്കണ്ട. മലതി, ഇതൊന്ന് വായിച്ചു നോക്കി. 7000-ന് മേലെ ഉണ്ടായിരുന്നു വിജയികള്. നറുക്കിട്ടപ്പോഴാ എന്റെ പേര് പൊങ്ങി വന്നത്. അപ്പൊ ശരിക്കും കാർ കിട്ടുവോ? കിട്ടി കുമാരേട്ടാ. എന്താ വാ, അപ്പോ നമുക്കൊരു കാറ് കിട്ടി. നമുക്കല്ല കുമാരേട്ടാ. പിന്നാർക്കാ? എനിക്ക്. താങ്ക് യു. ലേശം വഴി തന്നെ. അവനെന്റെ അടുത്ത സുഹൃത്താ. ഞാൻ സ്ഥിരമായി നീലിമ ഉപയോഗിക്കുന്നത്. ഹിന്ദി में बोलो. ഹം സ്ഥിരമായി നീലിമ ഉപയോഗകർത്താവും. അച്ഛാ. അയ്യോ, അച്ഛൻ സോപ്പൊന്നും ഉപയോഗിക്കില്ല. ചെറുപയറിന്റെ പൊടിയാ. പയർ പൊടി. ഞാൻ അവന്റെ കൂടെ ചെല്ലട്ടെ. നമസ്തേ ജി. നമസ്തേ. अगर आदमी हो तो ऐसा. വരട്ടെ 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 വരട്ടെ. റൈറ്റ് വലത്തോട്ട്. അങ്ങനെ വരട്ടെ വരട്ടെ. ഇറക്കി വരട്ടെ. ഞാൻ കേറിട്ടില്ല. ബ്രേക്ക് ചെയ്യട്ടെ. ഞാൻ കേറില്ല. എന്റെ ദൈവമേ, എന്നെ കേട്ടാലോ പോയല്ലോ. ഹലോ, ദാ എന്താ കിടക്കുന്നത് നോക്കി. അതൊരു കാറ്, അല്ലാതെന്താ? അവിടെയല്ല, ഇവിടെ. വെറും കാറല്ല, നമ്മുടെ കാറാ.
നമ്മുടെ കാറോ? അതെ, 1ാം സമ്മാനമല്ലേ ഈ കിടക്കുന്നത്. ഇയാൾ എന്തൊക്കെയാ പറയുന്നേ? ഹാ, കുട്ടി അന്ന് എനിക്ക് തന്ന കാലിക്കവറില്ലേ, അത് അയച്ചിട്ട് കിട്ടിയ 1ാം സമ്മാനമായത്. അപ്പൊ പിന്നെ നമ്മുടെ കാറല്ലേ, അതുകൊണ്ട് കുട്ടി വേണം ആദ്യം ഇതിനകത്ത് കയറാൻ, പ്ലീസ്. വെരി സോറി, ഞാൻ കൽപ്പ തിരക്കുണ്ട്. ഇയാള് പോയെ. എവിടാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടാക്കാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അയ്യോ, അങ്ങനെ പറയരുത്. എന്റെ ഏറ്റവും അടുത്ത സ്നേഹിതനെ പോലും കേറ്റാതെ നേരെ ഇങ്ങോട്ട് വന്നതേ തന്നെ ഇതിനകത്ത് ആദ്യം കേറ്റാനാ, പ്ലീസ്. നടക്കില്ല. നടക്കണ്ട, വെറുതെ അതിനകത്തൊന്ന് ഇരുന്നാ മതി. പോട്ടടി, നീ വാ. താങ്ക് യു. യെസ്. അല്ല കുട്ടി, അപ്പൊ കേറുന്നില്ലേ? ഇല്ല, നമ്മള് പറഞ്ഞില്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ അവളെ ശല്യപ്പെടുത്തണേ? എങ്കി മോളെ നീ കേറും, ഈ കാറിൽ തന്നെ കേറും. സർ. ഹലോ. ഹലോ, മായല്ലേ? അതെ, ആരാ? ഞാൻ എന്റെ പേര് മഹാലക്ഷ്മി. നിങ്ങളുടെ കൂട്ടുകാരിയില്ലേ ഉഷ? അവൾക്കൊരു ആക്സിഡന്റ് പറ്റി. ആശുപത്രിയില്ല, ഉടനെ വരണം. എവിടെ? ഏത് ആശുപത്രിയില്? ജനറൽ ആശുപത്രിയില്ല. ചിലപ്പം ബ്ലഡ് വേണ്ടി വരും. ആ, ഞാൻ ഉടനെ വരാം. അപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവളിപ്പോ വരും, വണ്ടി വിളിക്കും, ഒരു കാരണവശാലും പോരുത്. അവര് വണ്ടി കയറിയ സാറിനെന്താ? എടോ, അവളെന്റെ ഭാര്യ. രാവിലെ വീട്ടിൽ നിന്ന് എന്നോട് പിണങ്ങിയാ പോകുന്നത്, എന്റെ കാറിൽ കയറില്ലെന്നും പറഞ്ഞ്. അതൊന്ന് തീർക്കണ്ടേ, അതിനാ. ഓട്ടം വിളിച്ചാ പോണോ ഞങ്ങളുടെ യൂണിയന്റെ തീരുമാനമാണ്. അനിയാ, നിന്റെ ഓട്ടം ഞാൻ വിളിച്ചിരിക്കുന്നു. ദാ, കിഴക്കേക്കോട്ട വരെ പോയി. അതുകൊള്ള. വെള്ളയമ്പലം വരെ പോയിട്ട്. ഞാൻ വളക്കട ഒരു പോയമിച്ചും വരാം. അതെന്തിരുന്നേ? അവിടെ എന്റെ വീട്, പോയാ ഊണും കഴിക്കാം. ഇത് പോരെ സാർ, ഒരു 2 രൂപ വേണം വെയിറ്റിംഗ് ചാർജ്. എന്റെ അമ്മോ. അവള് വരുന്നുണ്ട്, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഓട്ടോ. ഛെ, വേഗം പോവും, ജനലാശുപത്രിയില്. ഓക്കെ. അല്ല, കുട്ടി എങ്ങോട്ടാ? എങ്ങോട്ടോ പോകാൻ നിൽക്കുന്നത് പോലെ ഉണ്ടല്ലോ. പ്ലീസ്, എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാമോ? അയ്യോ, എന്ത് പറ്റി? പ്ലീസ്, ഒന്ന് വേഗം. ഏതാശുപത്രിയിലാണ് പോണ്ടത്? ജനറൽ ഹോസ്പിറ്റല്. വേഗം കയറൂ പ്ലീസ്. AC ഉണ്ട്, ഗ്ലാസ് കഴിച്ചിട്ട് തണുപ്പിക്കാം. കാസറ്റ് എടുത്താ? അല്ല, നല്ല പാട്ടുകളുണ്ട്, വേണേ കേട്ടു പോ. അയ്യോ, ഒന്ന് വേഗം പോ. ഓ, പിന്നെ അനുരാഗമിന്തെന്നു ഞാനറിഞ്ഞു. എന്താ ഇത്? എനിക്ക് ആശുപത്രിയിലാ പോണ്ടത്. സാരമില്ലെന്നേ, നമുക്ക് ഓരോ ഐസ്ക്രീം ഒക്കെ കഴിച്ച് ജോളിയായിട്ട് പാട്ടും പാടി പോവാം. വാ. എന്റെ ഫ്രണ്ട് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക. ഡോൺ വെറി, ഒരു ഐസ്ക്രീം കഴിക്കുന്നതിനിടയ്ക്ക് തന്റെ ഫ്രണ്ടിന് യാതൊന്നും സംഭവിക്കില്ല. കമോൺ പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. അതിനു മുമ്പ് ഞാൻ പറയുന്നത് താനൊന്ന് കേൾക്കുക. ഛെ. തന്റെ ഫ്രണ്ടിന് ഒരു അപകടവും സംഭവിച്ചിട്ടില്ല. അതെ, ഫോൺ ചെയ്തത് ഞാനാ. ഈ കാറിൽ കയറില്ല എന്ന് താൻ ഒരുപാട് വാശി പിടിച്ചപ്പോ ഇതല്ലാതെ മറ്റു മാർഗമൊന്നും ഞാൻ കണ്ടില്ല. കംപ്ലീറ്റ് പിണക്കവും മറന്ന് ഇനി നമുക്ക് ഒരു ഐസ്ക്രീം കഴിക്കാം. ഏതാ വേണ്ടത്? വാനില, സ്ട്രോബെറി, പിസ്ത? യു ചീറ്റ്. താൻ ആരാണെന്ന് എന്റെ വിചാരം? പെൺപിള്ളേരെ മുമ്പ് ഇങ്ങനെ ഷൈൻ ചെയ്യുന്ന വെറും ചീപ്പാ. താനിങ്ങനെ ചൂടാവുന്ന നേരത്തെ അറിയാവുന്നതുകൊണ്ടല്ലേ വണ്ടി ഐസ്ക്രീം പാർലർ മുമ്പിൽ തന്നെ കൊണ്ട് നിർത്തിയത്. തന്നോടൊക്കെ മറുപടി പറയേണ്ട നാവും ഉണ്ടല്ലോ. ദേ, ഇതുകൊണ്ട്. അയ്യേ, തെറ്റില്ലേ? വർത്താനം പറയേണ്ട നാവ് കൊണ്ടല്ലേ. ഇത് കാലിടാനുള്ളല്ലേ. ഞാൻ ആരാന്ന് തനിക്ക് കാണിച്ചു തരാം. അതിനുള്ള വേദന ഞാനറിഞ്ഞു. അയ്യേ, ഛെ. പാവം. എന്തിനാണ് നിന്ന് വിളിക്കുന്നേ? അമ്മേ, ദേ കേട്ടില്ലേ ഒരു തമാശ? പുതിയ കാറ് വരാൻ പോണെന്ന് പറഞ്ഞ് എന്തൊരു ഗമയായിരുന്നു കുമാരേട്ടന്. ഇപ്പൊ കാറ് കിട്ടിയപ്പോ കുമാരേട്ടൻ ഔട്ട്. എന്തോന്നാടി, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കാറ് കിട്ടിയപ്പോ കുമാരേട്ടനെ കയറ്റാതെ മഹാദേവൻ ചേട്ടൻ ഒറ്റയ്ക്ക് അങ്ങ് ഓടിച്ചു പോയിന്ന്.
നന്നായി. അവനാണ് ചുണക്കുട്ടി. അല്ലേലും കാറിലൊക്കെ കേറി ചുറ്റി അടിക്കണേലേ അതിനൊരു യോഗം വേണം. ഇയാൾക്ക് അതൊന്നും പറഞ്ഞിട്ടില്ല. തള്ളേ, പ്രായത്തിന് മൂത്താണെന്നൊന്നും ഞാൻ നോക്കൂല. താൻ എന്തോ ചെയ്യും? അമ്മേ, എടി വേണ്ടേ, ഈ പിശാചിനെ വിളിച്ചോണ്ടാവത്ത് പോകും. എന്താടാ പറഞ്ഞതാ? അമ്മയെ വിളിച്ചോണ്ട് അകത്ത് പോവാൻ വാ അമ്മേ. എടോ, ഇന്നല്ല ഇനി ഒരിക്കലും തന്നെ ആ കാറി കേറ്റൂല. അതേ എന്റെ മോടെ കാറാ. അല്ലേലും നിന്റെ ജാതകത്തിലുണ്ട് കെട്ടാൻ പോകുന്ന ചെറുക്കന് കാറുണ്ടായിരിക്കുമെന്ന്. ആ കൊള്ളാലോ തള്ളയുടെ ഒരു ആശ. മിണ്ടിപ്പോരുത്. നിങ്ങൾ ഇത്രക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വണ്ടി എടുത്തപ്പോ ബ്രേക്ക് ഇല്ല. ഒരു റൗണ്ട് അടിച്ച് തിരിച്ചു വന്നപ്പോ ആളെ കാണാനില്ല. എന്റെ ചങ്ക് തകർന്നു പോയി. എനിക്ക് വേണ്ടി ഒരു മിനിറ്റ് കാക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല അല്ലേ? അത്രക്കൊരു ബന്ധം നമ്മൾ തമ്മിലുള്ളോ? ഉള്ള പറ. മഹാദേവ, ഞാൻ ഒന്നും വേണ്ട, ഒന്നും കേൾക്കണ്ട എനിക്ക്. കുമാരേട്ടനോടൊപ്പം താമസിച്ച് കുമാരേട്ടൻ വെച്ച് വിളമ്പി തരുന്ന ഭക്ഷണം കഴിച്ച് ഒരു സ്വന്തം അനിയനെ പോലെ കൂടെ കഴിഞ്ഞിരുന്ന എന്നോട് വേണ്ടായിരുന്നു കുമാരേട്ടൻ, എന്നോട് വേണ്ടായിരുന്നു. മഹാദേവ പോട്ടടാ, നീ എന്നെ കേട്ടാതെ പോയിന്നാ ഞാൻ കരുതിയത്. പോട്ടെ, വാ നമുക്കൊരു റൗണ്ട് അടിച്ചിട്ട് വരാം. ഇനി എന്നെ വേദനിപ്പിക്കുകയോ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്നാ വാ കേറ്. വാമോളെ, നമുക്കും കേറി ഒരു റൗണ്ട് അടിക്കാം. അയ്യേ, റൗണ്ട് അടിക്കാൻ പറ്റിയ സാധനങ്ങള് ആ വൈക്കോട്ടൂരിന്റെ ചുറ്റും കിടന്ന് റൗണ്ട് അടിച്ചാ മതി. പോണല്ലേ, നീ വിടറാ.